ഇന്ന് നമ്മുടെ സ്വന്തം SSLC വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇനി നമുക്ക് ഒരുപാട് വാർത്തകൾ കേൾക്കാം, ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനൊക്കെ ഒറ്റ കാരണമുള്ളൂ നമ്മൾ പേരൻസ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ അവനെ കണ്ടിട്ട് A+ കിട്ടിയില്ല, അല്ലെങ്കിൽ 10 A+ കിട്ടി, 8 A+ നമ്മളെ മക്കൾക്കുള്ളൂ, അവനക്ക് 10 A+ ഉണ്ട് എന്നുള്ള ഹരാസ്മെൻറ്റും അവരെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ചീത്ത പറയലും കാരണം തന്നെയാണ് ഇതിനൊക്കെ പോകുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരാം. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആകെ കുറച്ച് കാര്യത്തിന് ആവശ്യപ്പെടുള്ളൂ. നമ്മൾ ആ ഒരു പാസ്പോർട്ടും ലൈസൻസും വെക്കുമ്പോൾ അത് പിന്നെ നമുക്ക് എന്തായാലും കുഴപ്പമില്ല. ജയിച്ചതിന് ഒരൊറ്റ ഉപകാരം ആ ഒരു പേപ്പർ ുള്ളൂ, അത് വെച്ചിട്ട് നമുക്ക് +1 കയറാൻ പറ്റും. ഈ ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിലെ ലാസ്റ്റ് പരീക്ഷയാണെങ്കിൽ നമുക്ക് വിഷമിക്കാൻ, കുറച്ച് റിഗ്രറ്റ് ഒക്കെ അടിക്കാം. പക്ഷെ ഇനിയും എഴുതാൻ കുറച്ച് പൈസ അങ്ങ് കൊടുത്താൽ മതി എന്നുള്ളൂ, ഇനിയും എഴുതാൻ പറ്റും. പിന്നെ എന്താ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിയാണ്, വേറെ ഒന്നല്ല. 10 A+ അവനക്ക് കിട്ടിയടാ, അല്ലെങ്കിൽ അവൾക്ക് 9 A+ കിട്ടിയടാ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ ഈഗോ നിറക്കുന്ന ഒരു പ്രകൃതം നമ്മൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് വളരെ ബാഡാണ്. അത് മാറ്റി വെക്കായി ഒരു A+ ഉള്ളെങ്കിൽ അതിൽ സന്തോഷിക്കുക. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നൊരു കഥ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫഹീം, ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് SSLC എക്സാം നോക്കുന്നത്. അതിൽ ജയിച്ചപ്പോൾ ആദ്യം അവൻ്റെ നോക്കുമ്പോൾ അവനക്ക് ഒരു A+. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ പൊട്ടിയുണ്ടാവും എന്നുള്ള പേരാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് 2 A+. പക്ഷെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. അന്ന് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച്, ഒന്നുള്ളെങ്കിൽ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച്. അതുകൊണ്ട് ഹാപ്പി ആവുക ഒരു കാര്യമല്ല. ഓക്കെ.